കൊച്ചി വൈറ്റിലയിലെ ആർമി ഫ്ളാറ്റ് പൊളിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക സമിതി. ഇതിന്റെ ഭാഗമായി ശനിയാഴ്ച സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്ന് സമിതി ചെയർമാനായ എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് അറിയിച്ചു. ഹൈക്കോടതി പൊളിക്കാൻ നിർദ്ദേശിച്ച ആർമി ഫ്ളാറ്റിലെ B-C ടവറുകൾക്ക് പുറമെ A ടവറിനും ബലക്ഷയമുണ്ടോയെന്ന് പരിശോധിക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി. 3 ഘട്ടങ്ങളിലായി പൊളിക്കൽ നടപടികൾ പൂർത്തിയാക്കാനാണ് ഹൈക്കോടതി നിയോഗിച്ച സമിതിയുടെ തീരുമാനം. ആദ്യഘട്ടത്തിൽ താമസക്കാരെ ഒഴിപ്പിക്കും, പിന്നീട് പൊളിക്കൽ നടപടി പൂർത്തിയാക്കും. ഇതിനുശേഷം പുനർനിർമ്മാണം. ഇതെങ്ങനെ ഫലപ്രദമായി നടപ്പാക്കണമെന്നത് സംബന്ധിച്ചുള്ള കൂടിയാലോചനയ്ക്കായാണ് ജില്ലാ കളക്ടർ NSK ഉമേഷ് ചെയർമാനായ സമിതിയുടെ ആദ്യ യോഗം കളക്ടറുടെ ചേംബറിൽ ചേർന്നത്. ശനിയാഴ്ച സ്ഥലം സന്ദർശിച്ച ശേഷം തുടർ നടപടികൾ തീരുമാനിക്കുമെന്ന് കളക്ടർ അറിയിച്ചു. ഹൈക്കോടതി പൊളിക്കാൻ നിർദ്ദേശിച്ച ആർമി ഫ്ളാറ്റിലെ B-C ടവറുകൾക്ക് പുറമെ A ടവറിനും ബലക്ഷയമുണ്ടോയെന്ന് പരിശോധിക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി. A ടവറിൽ ഒരു 56 ഫാമിലീസ് ഉണ്ട്. ഇതിൻ്റെ ഇമ്പാക്റ്റ് എയിൽ ഉണ്ടോ എന്നുള്ള സ്റ്റഡിയും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ദെൻ മെട്രോ ലൈൻ ഒരു ഡിസ്റ്റൻസിലുണ്ട്. സോ KMRലും ഈ കമ്മിറ്റിയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. കൺട്രോളർ ഓഫ് എക്സ്പ്ലോസീവ്സ്, ഫയർ, ഇവരെല്ലാവരെയും നമ്മൾ ഈ കമ്മിറ്റിയിൽ അടുത്ത മീറ്റിംഗ് മുതൽ അവരും ഉണ്ടാവും. ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ പ്രതിനിധി, എക്സ്പ്ലോസീവ് കൺട്രോളർ, ഫയർ വകുപ്പ് പ്രതിനിധി തുടങ്ങിയവരെ കൂടി സമിതിയിൽ ഉൾപ്പെടുത്താനും യോഗത്തിൽ തീരുമാനിച്ചു. ഫ്ളാറ്റിലുള്ളവർക്ക് മാറി താമസിക്കുന്നതിന് വാടകയായി എത്ര തുക നൽകണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉടൻ തീരുമാനിക്കും. വൈറ്റില സിൽവർ സാൻഡ് ഐലൻഡിൽ ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ സൈനികർക്കായി നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയമാണ് ബലക്ഷയത്തെ തുടർന്ന് പൊളിച്ചു നീക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. കൈരളി ന്യൂസ്, കൊച്ചി.